ഹലോ ഗായ്സ്, വെൽക്കം ടു ആദ്യ KVK. ഇന്ന് നമ്മളൊരു ക്രിക്കറ്റ് ചാനലായിട്ടാണ് കളിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് ആദ്യം അറിയായിരിക്കും. RSRKയിലുള്ള ഒരാൾ, എല്ലാവരും RSRKയിലുള്ള, പിന്നെ ക്യാമറമാൻ നിഖിലാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്രിക്കറ്റ് മാച്ചായിട്ടാണ് വന്നിരിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പം ഇത് ഇന്ന് കൊളാബാണ്. ആദ്യ KVKയും RSRK കൊളാബ്. രണ്ട് ചാനലിലും രണ്ട് പാർട്ടുണ്ട് ഈ വീഡിയോയ്ക്ക്. 5 ഓവറാണ് കളി. ഇവൻ 5 ഓവർ ബാറ്റിക്ക്, എനിക്കും 5 ഓവറാണ്. അപ്പം അത് 2 പാർട്ടായിട്ടായിരിക്കും. അപ്പം 2 ചാനലിലും ഈ വീഡിയോ കാണും. അപ്പം നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടോസ് ഇടുകയാണ്. ഓർഡർ ചെയ്യുമ്പോൾ കളിക്കുകയാണ്. ഓക്കെ, ഓർഡർ ഓക്കെ, സെയിം ആണ്. ഓടാണ് ഗൈസ്. ബാറ്റിംഗ് ആണ്. എനിക്ക് നല്ല ലക്കാണ് ഗൈസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. വന്നാണ് ഗൈസ്, ഒരു സ്റ്റമ്പിൻ്റെ ഒരു കാർഡ്സ് എന്താണ് ഇത് പോയിരിക്കുകയാണ് ഗൈസ്. എവിടെ പോയാൽ നമുക്ക് തന്നെ അറിഞ്ഞൂടാ. ഒരു കുറ്റം പറയല്ലേ. ഇപ്പം കളിക്കാൻ പോയാണ് ഗൈസ്. എൻ്റെ ബോൾ ഫസ്റ്റ് ബോളാണ്. ചേട്ടൻ്റെ ഫസ്റ്റ് ബോളാണ്. ഗ്രീസ് ആണ്. നമ്മൾ ഈ ഇലയാണ് ഗ്രീസ്. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. കാണാൻ പറ്റും. ഇതാ ഈ ഇലയാണ് ഗ്രീസ്. ഇത് ചെയ്താൽ നോ ബോളാണ്. ഗൈസ് വൈഡാണ്. ആദ്യത്തെ ബോൾ വൈഡാണ്. അപ്പോൾ നമ്മൾ വൈഡ് റീടേക്ക് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ബോൾ റീടേക്ക് എടുക്കാൻ പോകുന്നു. വ്യൂ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ എടുത്താൽ നല്ല ഇത് കിട്ടുന്നു. ബാറ്റ്സ്മാൻ്റെ ബാക്കാണ് കാണാൻ പറ്റും. പക്ഷേ ഇതാണ് ബെസ്റ്റ് വ്യൂ. ഗൈസ് ഫസ്റ്റ് ബോളിൻ്റെ റീടേക്കാണ്. വൈഡ് എടുത്തിട്ടുണ്ട്. ഗൈസ് എൽ ബി അല്ല അത് 1 റണ്ണാണ്. ഗൈസ് 1 ആണ്. ഗൈസ് 2 ആണ്. 1 2 എങ്ങനെയാണ് നമ്മൾ വെക്കുന്നെങ്കിൽ അടുത്ത് പോയാൽ 1 ആണ്, നല്ല ദൂരത്ത് പോയാൽ 2 ആണ്, നല്ല ഹൈയിൽ പോയാൽ 3 ആണ്. പിന്നെ 6 അടിക്കണമെങ്കിൽ ഈ ചവറിന് പുറത്ത് പോകണം. 4 ചവറിൽ തട്ടണം ഗൈസ്. ഇപ്പോൾ സെക്കൻഡ് ബോളാണ്. സെക്കൻഡ് ബോൾ വൈഡാണ്. സെക്കൻഡ് ബോൾ റീടേക്കാണ്. ഗൈസ് 4 റൺസ് എടുത്ത് 2 ബോൾസിൽ. സെക്കൻഡ് ബോൾ റീടേക്ക്. ഗൈസ് 4 ആണ്. കിടിലടിയാണ്. എന്ത് പറയണം? ഒന്നും പറയല്ല, ഒരു വാക്ക് പറയല്ല. സൂപ്പറാണ്. പുഷ്പരാജ് എന്നാണ് പറയുന്നത്. രണ്ടുപേരും പുഷ്പരാജാണ്. തേർഡ് ബോളാണ്. ഓക്കെ, ഇപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ. ബോൾ സൂപ്പർ ഫാസ്റ്റായിട്ട് പോയി. ബാറ്റ്സ്മാൻ നല്ല സ്ട്രഗിൾ ചെയ്ത്. ബാറ്റ്സ്മാൻ ചിരിക്കുന്ന സ്ട്രഗിൾ ചെയ്താലും ഇതുവരെ 1 ഓവർ തീർന്നില്ല. പക്ഷേ 3 ബോൾസ് തീർന്നു. 0.3 ആണ്. ഇപ്പോൾ ചേട്ടൻ്റെ 4th ബോൾ എറിയാൻ പോകുന്നത് ലെജൻഡറി ബോൾ. വൈഡ് എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ അറിഞ്ഞൂടാ. നോക്കാം. ഗൈസ് വൈഡാണ്. വൈഡിൽ തന്നെ 6 റൺസ് എടുത്ത് 6 അല്ല സോറി 10 റൺസ് എടുത്ത്. ഗൈസ് 5th ബോൾ എറിയാൻ പോകുന്നത്. അല്ല 4th ബോൾ റീടേക്ക് ആണ്, 5th അല്ല. ഗൈസ് ഫസ്റ്റ് വിക്കറ്റ് ആണ്. ഗൈസ് ഫുട്ടേജ് റീടേക്ക് വേണോ? ക്യാമറമാൻ ഫുട്ടേജ് റീടേക്ക് വേണം. ഗൈസ് സേവ്ഡായി. ബാറ്റ്സ്മാൻ സേവ്ഡായി. ആദ്യകിന് ഇനി 5 ബാറ്റ്സ്മാൻസ് നമ്മൾ ഉണ്ട്. 5 ബാറ്റ്സ്മാൻസും അവനാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു റൂൾസാണ്. ഗൈസ് വൈഡാണ്. ബോൾ തെറിച്ചു പോയി. ഗൈസ് 11 റൺസ് ആയി. ഗൈസ് ലാസ്റ്റ് ബോളിൻ്റെ റീടേക്കാണ്. ഗൈസ് വൈഡാണ്. ഗൈസ് ഞങ്ങൾ
ചേട്ടൻ വൈഡ് അടിച്ചിരിക്കുകയാണ്. ചേട്ടൻ വൈഡിൽ ഹാട്രിക് അടിച്ചിരിക്കുകയാണ്. ഈ മാച്ചിന് ഉറപ്പായിട്ടും ചേട്ടന് ഗിഫ്റ്റ് ആണ്. ഗൈസ് ഒരു ഓവർ തീരാൻ പോകുന്നു. ഈ ബോൾ തീർന്ന ഒരു ഓവർ തീരും. ഗൈസ് ആദ്യ ചേട്ടൻ ബോൾ എടുത്ത് ഇപ്പോൾ നോക്കാം. ഓക്കെ, ബോൾ എറിഞ്ഞ്. ഓ ഗൈസ്, ഡോട്ട് ബോളാണ്. നോ ബോൾ അല്ല, ഡോട്ട് ബോളാണ്. ഗൈസ് ഫസ്റ്റ് ഓവർ തീർന്നു. ഒരു ഷോർട്ട് ബ്രേക്ക് തീർന്നിട്ട് നോക്കാം. അപ്പോൾ ഗൈസ് അപ്പം നമ്മളെ നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി 2 ഓവർ കൂടെ ഉണ്ട്. 2 ഓവർ എത്ര ഓവർ? 4 ഓവറും കൊണ്ട്. 4 ഓവറും കൊണ്ട്. ഇപ്പം 4 ഓവർ ആയില്ലേ? അല്ലേ, ഇപ്പോൾ ഒരു ഓവർ ആയി. കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഒരു ഓവർ ആയി. അപ്പം ഇനി 4 ഓവറും കൂടെ ഉണ്ട് ഗൈസ്. അപ്പം സ്റ്റേ ട്യൂൺ. ഗൈസ് 11 റൺസ് കിട്ടി. ഇപ്പോൾ ഞാൻ ഈ ഇതിലാണ്, വീണ്ടും ആ പൊസിഷൻ പോവും. ഗൈസ് ഡോട്ട് ബോൾ ആണ്. ഗൈസ് സെക്കൻഡ് ബോൾ ആണ്. ഗൈസ് നല്ല ബൗൺസർ ആയി പോയി. ഗൈസ് അപ്പോൾ ഇത് വൈഡായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നല്ല ബൗൺസ് ആയിക്കൊണ്ട് നല്ല വൈഡിന്ന് കൊടുത്തു. ഇപ്പോൾ സെക്കൻഡ് ബോൾ റീടേക്ക് ആണ്. 12 റൺസ് ആയി. ഓ ഗൈസ് പക്ഷേ വിക്കറ്റ് കീപ്പർ ഇല്ല. ബോൾ ഇവിടെ വന്ന്. ഗൈസ് ഇപ്പോൾ ഒരു 4 ആയിരിക്കണം ഗൈസ്. ഗൈസ് അത് നമ്മൾ 2 കൊടുക്കുന്നു. വിക്കറ്റ് കീപ്പർ ഉണ്ടായും പിടിക്കായിരുന്നു. അപ്പോൾ 2 റൺസ് കൊടുക്കാം. അപ്പോൾ 14 റൺസ് ആയി. ഗൈസ് ഫോർത്ത് ബോൾ എറിയാൻ വന്നു ചേട്ടൻ. ഗൈസ് ഫിഫ്ത്ത് ബോൾ എറിയാൻ വന്നു ചേട്ടൻ. ഗൈസ് ഡോട്ട് ബോൾ ആണ്. ഗൈസ് 6 അല്ല. ഗൈസ് ലാസ്റ്റ് ബോളാണ്. എനിക്ക് നല്ല ഇതാണ്, എന്താണെന്ന് അറിഞ്ഞൂടാ. ചേട്ടൻ നല്ല ഫാസ്റ്റ് ബോളറാണ്. ഗൈസ് മുകളിൽ പോയി. പക്ഷെ ഒന്നുമില്ല. പക്ഷെ 2 റൺസ് കൊടുക്കാം. അല്ല ഗൈസ് 3 റൺസ് ആണ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ഓവേഴ്സ് തീർന്ന് ടോട്ടൽ 18 റൺസ് എടുത്ത് ഇപ്പോൾ ചേട്ടൻ്റെ തേർഡ് ഓവറിൻ്റെ ഫസ്റ്റ് ബോൾ എറിയാൻ പോന്ന് നോക്കാം. ഓ ഗൈസ് ഡോട്ട് ബോൾ ആണ്. പക്ഷെ അടിക്കായിരുന്നു. ഗൈസ് ചേട്ടൻ സീരിയസ് ആയി. ഇത്ര റണ്ണ് കൊടുത്താലും സീരിയസ് ആയി. ഓ ഡോട്ട് ബോൾ. ഗൈസ് തേർഡ് ബോൾ എറിയാൻ പോന്ന്. ഓ ഗൈസ് 4 ആണ്. ബോള് ആ താഴെ ഇതായി. അപ്പോൾ 4 ആണ്. സോ ഗൈസ് തേർഡ് ബോൾ തീർന്ന് ഫോർത്ത് ബോൾ എറിയാൻ പോന്ന്. ഓ 4 ആയിരുന്നു. ഗൈസ് 6 ആണ്. ഗൈസ് ബോൾ പോയി. ഗൈസ് 36. തേർഡ് ബോൾ റീടേക്ക്. ഓ ഗൈസ് അത് ഒരു 4 ആണ്. അതെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ എനിക്ക്. പക്ഷേ 4 ആണ്. അപ്പോൾ 40 ആയി ഗൈസ്. ഇപ്പോൾ ഫോർത്ത് ബോൾ എറിയാമോ നാല് ചേട്ടൻ. ഗൈസ് ഇതാണ് വൈഡാണ്. ഗൈസ് ബാറ്റ് തട്ടിയില്ല. 41 ആയി ഗൈസ്. ഫോർത്ത് ബോൾ റീടേക്ക് എറിയാൻ പോകുന്നു ചേട്ടൻ. ഓ ഗൈസ് ഔട്ടാണോ? അല്ല ഗൈസ് ഷെഡിൽ പോയി. ഗൈസ് 4 ആണ്. 6 അല്ല. 6 ആണോ? ഓ ഗൈസ് 47 റൺസ് എടുത്ത്. ഇത് ഫിഫ്ത്ത് ബോളാണ് ചേട്ടൻ അറിയാൻ പോകുന്നത്. ഫിഫ്ത്ത് ഓവറിൻ്റെ 5. ഓ ഗൈസ് മോളിൽ പോയി പിടിക്കായിരുന്നു. ഇപ്പോൾ 3 റൺസ് കൊടുക്കുന്നു. 50 റൺസായി ഗൈസ്. 50 റൺസായി. റിവഞ്ച് കിട്ടുമോ? ലാസ്റ്റ് ബോളാണ് ഗൈസ്. റിവഞ്ച് അല്ല, പക്ഷേ അതൊരു 6 ആണ്. അത് 6 ആയിരുന്നു ഗൈസ്. ആ മരത്തിൽ തട്ടി പോയി ഗൈസ്. അതുകൊണ്ട് 56. എന്റെ ബാറ്റിംഗ് ആണ്. ഞാൻ 56 അടിച്ചു ഗൈസ്. റൺസ് എടുത്തു ഗൈസ്. ചെറുക്ക പൊളിയാണ്. അപ്പൊ എന്റെ ബോളിംഗ് അത്ര മോശമൊന്നുമില്ല, ബാറ്റിംഗ് പോലെ.
പിന്നെ ഗൈസ് ഞാൻ നേരത്തെ ലാസ്റ്റ് ഓവറിൽ രണ്ടാമത്തെ ബോളല്ലേ സെക്കൻഡ് ലാസ്റ്റ് ബോളല്ലേ സെക്കൻഡ് ലാസ്റ്റ് ബോൾ ഇങ്ങനെ പിടിക്കാൻ പോയതാണ് ഗൈസ്. പക്ഷെ ഇങ്ങനെ നിങ്ങൾ വീട് നോക്കിയാൽ മതി. അപ്പം ഇങ്ങനെ പോയി ഗൈസ് പുറത്തോട്ട്. ലാസ്റ്റത്തെ ഇത് നേരെ ഒരു മരത്തിൽ പോയി ചെന്നിട്ടായിരുന്നു അത് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഞങ്ങൾ 6 ആയിട്ടാണ് അത് കൂട്ടുന്നത്. ആ മരം ഇല്ലെങ്കിൽ അവിടെ ബോൾ അപ്പുറത്ത് പോകുമായിരുന്നു. അപ്പം 6 ആണ്. അപ്പം എന്റെ ബാറ്റിംഗ് ആണ് ഗൈസ്. Wait for part 2.